എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തെറ്റും ശരിയും നമ്മൾ തീരുമാനമെടുക്കുന്നതിൽ എങ്ങനെ അതിൻ്റെ ഘടകം എങ്ങനെ ഒരു ഘടകമായി മാറുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഒരു തീരുമാനമെടുക്കേണ്ടി വരുന്ന സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻ വന്ന് നിൽക്കുന്നൊരു അവസ്ഥയുണ്ട്. ഇങ്ങനെ ചെയ്യണോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണോ, അല്ലെങ്കിൽ ലെഫ്റ്റാണോ റൈറ്റാണോ, മുന്നോട്ട് പോകണോ പിന്നോട്ട് പോകണോ. അപ്പം അതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത്, നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചിന്തിക്കുന്ന ശരി മറ്റൊരാൾക്ക് ചിലപ്പോൾ തെറ്റായിരിക്കും, മറ്റൊരാളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുന്ന ശരി നമ്മുടെ ഭാഗത്ത് തെറ്റായിരിക്കും. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം, നമ്മളൊരു പേപ്പർ എടുക്കുന്നു. അതിൽ ഒരു സൈഡിൽ ഒരു കളറും മറു സൈഡിൽ മറ്റൊരു കളറും കൊടുക്കുന്നു. ഉദാഹരണത്തിന് ഒരു സൈഡിൽ റെഡും മറു സൈഡിൽ ഗ്രീനുമാണെന്ന് കരുതുക. അപ്പോൾ ചുവപ്പും പച്ചയും ഉള്ള ഒരു പേപ്പറാണ്. അപ്പോൾ എൻ്റെ നേർക്ക് ചുവപ്പ് വശം കാണിച്ചിട്ടുണ്ട്, മറ്റൊരാൾക്ക് വിസിബിളായിട്ടുള്ളത് പച്ചയാണ്. അപ്പോൾ അതിൻ്റെ നിറം, ആ പേപ്പറിൻ്റെ നിറം എന്താണെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ഞാൻ ചുവപ്പെന്ന് പറയും. അടുത്ത ആളത് കാണുന്നത് പച്ചയാണ്, അയാൾ പച്ചയെന്ന് പറയും. ഇങ്ങനെയാണ് സിറ്റുവേഷൻ വരുന്നതെങ്കിൽ തീരുമാനമെടുക്കാനും പറയാനും നമുക്ക് ബുദ്ധിമുട്ടില്ല. കാരണം നമ്മൾ നേരിട്ട് കാണുന്നുണ്ട്, അതിന് ആ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ, അത് പറയാനും പറ്റും. പലപ്പോഴും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിലുള്ള ഒന്നാണ്. അതായത് ചുവപ്പാണോ പറയേണ്ടത് പച്ചയാണോ പറയേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനിൽ വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം. അതിൽ എത്ര ശതമാനം ചുവപ്പിലേക്ക് പോകണം, എത്ര ശതമാനം പച്ചയിലേക്ക് പോകണം, ഇതാണ് പലപ്പോഴും നമുക്ക് നേരിടേണ്ടി വരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു തീരുമാനം എടുക്കണമെന്നുണ്ട് എങ്കിൽ ആ സിറ്റുവേഷൻ, നമ്മൾ നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഇതിലേതെങ്കിലും ഒന്നിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. ഒരു സൈഡിൽ നിന്ന് ചുവപ്പ് തുടങ്ങി അത് മറു സൈഡിലേക്ക് പോകുമ്പോൾ പച്ചയിലേക്ക് പോവുകയാണ്. ഒന്ന് സങ്കല്പിച്ച് നോക്കുക. നമുക്ക് ആ പേപ്പറിനെ വളരെ തിന്നായിട്ടുള്ള പേപ്പറാണ്, അത് രണ്ടായി ഭാഗിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. പേപ്പർ രണ്ടാക്കുന്നതല്ല, ആ പേപ്പറിനെ തന്നെ ആ രണ്ട് കളറ് വരുന്നത് രണ്ടാക്കുക. അത് എളുപ്പത്തിൽ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ 2 പേപ്പർ എടുക്കുന്നു. ഒരു പേപ്പറിൽ ചുവപ്പ് നിറവും മറ്റേ പേപ്പറിൽ പച്ചയും. ചുവപ്പ് വരുന്ന രീതിയിലൊരു പേപ്പറും പച്ച വരുന്ന രീതിയിലൊരു പേപ്പറും രണ്ടും കൂടെ ചേർത്ത് പിടിക്കുന്നു. അതിൻ്റെ രണ്ടിൻ്റെയും മറുവശം ബ്ലാങ്കാണ്. നമ്മൾ നിൽക്കുന്നത് ആ ബ്ലാങ്കിൻ്റെ ഭാഗത്താണ്. പേപ്പറുകൾ അകലത്തി നോക്കുക, നമ്മൾ നിൽക്കുന്ന ആ ഭാഗത്താണ്. നമുക്ക് പ്രത്യേകിച്ച് നിറം വരുന്നില്ല. ആ നിഴലടിച്ചിട്ട് വരുന്ന പച്ചയുടെ ഭാഗവും നിഴലടിച്ചിട്ട് വരുന്ന ചുവപ്പിൻ്റെ ഭാഗവും മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ഭാഗത്ത്, ആ സ്ഥലത്ത് നിന്ന് നമ്മൾ തീരുമാനമെടുക്കാൻ നോക്കുന്നത് കൊണ്ടാണ് നമുക്ക് ചുവപ്പ് വേണമോ പച്ച വേണമോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റാത്തത്. അപ്പോൾ അങ്ങനത്തെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഏതെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ നമ്മളിരിക്കുന്ന അവസ്ഥ, നമ്മൾ നിൽക്കുന്ന, നമ്മൾ ചിന്തിക്കുന്ന, നമുക്കുണ്ടാകുന്ന അതിനകത്തുനിന്ന് പുറത്തു വരിക, നോക്കുക, നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഉത്തരം കിട്ടും. അതുകൊണ്ടാണ് പലപ്പോഴും, എപ്പോഴും എന്നല്ല, പലപ്പോഴും മറ്റൊരാൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നത്. കാരണം അയാൾ ആ പ്രശ്നങ്ങളിലൊന്നും ഇല്ല, അയാൾ കാണുന്നത് ഈ 2 കളേഴ്സ് മാത്രമാണ്. അപ്പം നമ്മളാണെങ്കിലും നമ്മളോടൊരാളൊരു കാര്യം ചോദിച്ചു, നമുക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റും. കാരണം നമ്മൾ ആ സിറ്റുവേഷൻ നമ്മൾ അഭിമുഖീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അത് ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല. അത് ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് പോകും. നമുക്ക് ഉള്ളിൽ തന്നെ പകുതി ഒന്നും പകുതി മറ്റൊന്നും വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമുക്കുള്ളിൽ അതിനൊരു ഉത്തരവുണ്ട്. അത് കണ്ടുപിടിക്കാൻ ഒരുപാട് സമയമെടുക്കും. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി പെട്ടെന്ന് കഴിയുന്നൊരു കാര്യമാണ്. നമ്മൾ അതിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ മൂന്നാമതൊരാളായി നമ്മൾ ചിന്തിക്കുക, സങ്കല്പിക്കുക,
എന്നിട്ട് ആ പ്രശ്നത്തിനെ കാണുക, അല്ലെങ്കിൽ നമുക്ക് ആ തീരുമാനത്തിന് എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് അതിനെ നോക്കി കാണുക. അപ്പോൾ നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടും. കൃത്യമായി നമുക്ക് ഉത്തരം പറയേണ്ടത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ്. അയാൾ എന്തൊക്കെയാണോ നമുക്കുള്ളത് അതേ കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്, അതേ ഘട്ടങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്ന് കരുതിയിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സജഷൻ കൊടുക്കുക. ആ ആൾ നമ്മൾ തന്നെയാണ്. അപ്പോൾ നമുക്കതിനുള്ള ഉത്തരം കിട്ടും. എന്താണ് ശരിയായ തീരുമാനം, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റും എന്നുള്ളൊരു ഇത് കിട്ടും. ഒന്ന് ശ്രമിച്ച് നോക്കുക.